If I had money, comma, I dash a car. Option will buy, would buy, would have bought, bought. വാങ്ങിക്കുക എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. ഓക്കെ. ഇഫ് ഐ ഹാഡ് മണി. ചോദ്യം വളരെ പ്രസിദ്ധമാണ്. കാര്യം നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നൊരു ചോദ്യമാണിത്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാത്തവരെ ട്രാപ്പ് ചെയ്യുന്നൊരു ചോദ്യമാണ്. മനസ്സിലാക്കുന്നത് ഹാഡ് കണ്ടാൽ നിങ്ങൾക്കൊരു ചിന്ത വരും. നേരെ നിങ്ങൾ ഈ കൺസെപ്റ്റിലോട്ട് പോകും. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് കൺസെപ്റ്റിൽ പോയി ഈ ഹാഡ് കണ്ടുകൊണ്ട് ഇവിടെ നേരെ ഏത് ആൻസർ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും? വുഡ് ഹാവ് ബോട്ട് എന്ന ആൻസർ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇവിടെ ഇഫ് ഐ ഹാഡ് മണി എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഹാഡ് എന്ന് പറയുന്ന വെർബ് മാത്രമേ ഉള്ളൂ. ഹാഡ് പ്ലസ് V3 ഇല്ല, വേറൊരു വെർബ് ഇല്ല. ഹാഡ് പ്ലേഡ് ഇല്ല, ഹാഡ് സ്റ്റഡീഡ് ഇല്ല. ഹാഡ് മണി എന്ന് പറയുന്നത് വെർബല്ല, നൗൺ ആണ്. ഓക്കെ. അപ്പോൾ ഇഫ് ഐ ഹാഡ് മണി എന്ന് പറയുന്നതിൽ ഹാഡ് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വെർബ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ V2 ആണ്. ഹാസിന്റെയും ഹാവിന്റെയും V2 ആണ് ഹാഡ്. ഓക്കെ. ഇത് മനസ്സിലാക്കാതിരുന്നാൽ ഇതിനെ ഹാഡ് പ്ലസ് V3 ആണെന്ന് ധരിക്കുകയും നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യും? വുഡ് ഹാവ് ബോട്ട് എന്ന ആൻസർ എഴുതുകയും ചെയ്യും. പലപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഹാഡ് എന്ത് മാത്രമേ വരുന്നുള്ളൂ? അത് സിമ്പിൾ പാസ്റ്റ് ആണ്, V2 ആണ്. V2 വരുമ്പോൾ എന്താ എഴുതേണ്ടത്? ഓക്കെ, വുഡ് കൺസെപ്റ്റിൽ എഴുതണം. സോ ആൻസർ വുഡ് ബൈ. അശ്രദ്ധ കാരണം മാർക്ക് പോകരുത്. ഓക്കെ. അപ്പോൾ ഹാഡ് കണ്ട് ചാടി വിഴുന്നു കളയരുത്. ഹാഡ് പ്ലസ് V3 വന്നാലേ അപ്പുറത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് കൺസെപ്റ്റിലേക്ക് വരികയുള്ളൂ. വ്യക്തമാണല്ലോ? ഒരിക്കലും തെറ്റിക്കരുത്. ഇനി ഏത് പരീക്ഷയിലും ഇത് വരും. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളണം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് ഐ ഡാഷ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പോൾ ഇഫ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ വുഡ് എന്നാണ് വാക്ക്. മെയിൻ ക്ലാസ്സിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ വരുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് ഏതാണ് വരേണ്ടത്? V2 ആണ് വരേണ്ടത്. ആണല്ലോ, V2 ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ആമിനെ അവോയ്ഡ് ചെയ്യാം, ഹാവിനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ആരൊക്കെ ഉള്ളത്? വാസും വേറും. ഓക്കെ. ഇഫ് ഐ ഡാഷ്, ഐയുടെ കൂടെ ഇവിടെ വാസ് വെക്കുവോ വേറ് വെക്കുവോ? ഓക്കെ. കൺഫ്യൂഷൻ ഒന്നും വരരുത്. ഐയുടെ കൂടെ നോർമൽ കണ്ടീഷനിൽ വാസാണ് വയ്ക്കുന്നത്. ഇത് അൺറിയൽ കണ്ടീഷനാണ്, മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് അൺറിയൽ കണ്ടീഷനാണ്. ഇഫ് ഐ വേർ എന്നാണ് ഇവിടെ ആൻസർ വരേണ്ടത്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അപ്പോൾ റിയലി ഞാൻ എന്തല്ല? പക്ഷിയല്ല. അൺറിയൽ കണ്ടീഷൻ നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഓക്കെ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഐയുടെ കൂടെ വാസാണോ വേറാണോ എന്ന് ചോദിച്ചാൽ ഐയുടെ കൂടെ വാസ് തന്നെയാണ്. പക്ഷെ അൺറിയൽ കണ്ടീഷനിൽ ഐയുടെ കൂടെ എന്ത് എഴുതുള്ളൂ? വേറെ എഴുതുള്ളൂ. ആ നിയമം നമ്മൾ പഠിച്ചതാണ്. അൺറിയൽ കണ്ടീഷനിൽ സബ്ജക്റ്റ് ആരായാലും ശരി തന്നെ സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. ആ സിമ്പിൾ പാസ്റ്റ് പ്ലൂറലുമായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തത് അൺലെസ് എന്ന വാക്ക് വന്നു. തർക്കം വേണ്ട. അൺലെസ് എന്ത് തന്നെയാണ്? ഇഫ് തന്നെയാണ്. ഇഫിന്റെ നെഗറ്റീവ് ആണ്. ഓക്കെ. അൺലെസ് യു വർക്ക് ഹാർഡ്. എന്താ അർത്ഥം? യു വർക്ക് ഹാർഡ്. അൺലെസ് യു വർക്ക് ഹാർഡ്. നീ വർക്ക് ചെയ്തില്ലെങ്കിൽ, നീ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം, നെഗറ്റീവ്. ഓക്കെ. യു ഡാഷ് പാസ്. ഓക്കെ. ഇവിടെ ഗ്രാമറും നമ്മുടെ കോമൺ സെൻസും കൂടെ വർക്കൗട്ട് ആവണം. അപ്പോൾ അൺലെസ് എന്ന ഭാഗമാണ് ഇവിടെ ഇഫ് ക്ലോസ് ആയിട്ട് എടുക്കേണ്ടത്. കാര്യം അൺലെസിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് നോട്ട് എന്നാണ്. അൺലെസിന്റെ മീനിങ് ഇഫ് നോട്ട് എന്നാണ്. അപ്പോൾ ഇതാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് തന്നു, ഏതെഴുതണം? മെയിൻ ക്ലോസ് എഴുതണം. ഇഫ് ക്ലോസിലെ വെർബിനെ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ക്ലോസിലെ വെർബ് ഏതാണ്? വർക്ക് എന്ന് പറയുന്ന വെർബാണ്. വർക്ക് എന്ന് പറയുന്നത് ഓക്കെ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ അപ്പുറത്ത് വിൽ, ഷാൾ, ക്യാൻ, മേ ഏതെങ്കിലും ഒന്ന് വേണം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വുഡ്, വുഡ് നോട്ട് ഒന്നും വേണ്ട. ഏതൊക്കെയാ ഉള്ളത്? വില്ലും ഉണ്ട്, വിൽ നോട്ടും ഉണ്ട്. ഓപ്ഷനിൽ വില്ലും ഉണ്ട്, വിൽ നോട്ടും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഇതിലൊന്നായിരിക്കും ആൻസർ. ആൻസർ ഏതാണെന്നുള്ളത് കോമൺ സെൻസ് ആണ്. എന്താ? അൺലെസ് യു വർക്ക് ഹാർഡ്. നീ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ യു ഡാഷ് പാസ്, യു വിൽ പാസ് എന്നാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നീ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ യു വിൽ പാസ്, നീ വിജയിക്കും.
കോമൺ സെൻസ് ആണോ അത്? അല്ല. നീ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യില്ല? വിജയിക്കില്ല, പാസ്സാവൂല എന്നാണ്. അപ്പോൾ വിൽ നോട്ട് എന്ന സെൻസ് ആണ് വേണ്ടത്. അവിടെ ഗ്രാമർ അല്ല, കോമൺ സെൻസ് ആണത് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഫ് നോട്ട് എന്ന സെൻസ് ആണ് ആർക്കുള്ളത്? അൺലെസ്സിന് വന്നത്. അപ്പോൾ അൺലെസ് വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അത് ഇഫ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. അൺലെസ് യു വർക്ക്ഡ് ഹാർഡ്, അൺലെസ് യു വർക്ക്ഡ് ഹാർഡ് യു ഡാഷ്. അൺലെസ് യു വർക്ക്ഡ് ഹാർഡ്, ഇവിടെ വർക്കായിരുന്നെങ്കിൽ ഇവിടെ വർക്ക്ഡ് ആയി, V2 ആയി. അപ്പോൾ അൺലെസ് ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസിൽ എഴുതണം. ഇഫ് ക്ലോസിലെ വാക്ക് വർക്ക്ഡ് ആണ്, അത് V2 ആണ്. ഇഫ് ക്ലോസ് V2 വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അങ്ങനെ ഏതെങ്കിലും ആണ് കൺസെപ്റ്റ് വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ വുഡ് പാസ്, വുഡ് നോട്ട് പാസ്, വുഡ് പാസ്ഡ്, വുഡ് നോട്ട് പാസ്ഡ് എല്ലാം വുഡിനോട് വാക്ക് ചേർത്ത് വെച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ സെൻസിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ അൺലെസ് യു വർക്ക്ഡ് ഹാർഡ് യു ഡാഷ് എന്ന് പറയുമ്പോൾ നീ നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ വിജയിക്കൂല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നെഗറ്റീവ് കൺസെപ്റ്റിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം? എയും സിയും ഒഴിവാക്കാം. കാര്യം ഇത് രണ്ടും എന്തിലാ? പോസിറ്റീവ് കൺസെപ്റ്റിലാണ്. ഇവിടെ പാസ്സാവൂല എന്ന് വേണം. ഇനി വുഡ് നോട്ട് പാസ്, വുഡ് നോട്ട് പാസ്ഡ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾ ഒന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. വുഡ് നോട്ട് പാസ്, വുഡ് നോട്ട് പാസ്ഡ്. ചോദ്യം എത്രയേ ഉള്ളൂ, വുഡ് കഴിഞ്ഞെഴുതുന്ന വെർബ് എങ്ങനെ ആയിരിക്കും? ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വരരുത്. വുഡ് കഴിഞ്ഞെഴുതുന്നത് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. വിൽ കഴിഞ്ഞെഴുതുന്നത് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. ഷാൾ കഴിഞ്ഞെഴുതുന്നത് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. ക്യാൻ കഴിഞ്ഞെഴുതുന്നത് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വിൽ പാസ് എന്ന് പറയാം, ബട്ട് വിൽ പാസ്ഡ് എന്ന് പറയരുത്, തെറ്റാണ്. ക്യാൻ പ്ലേ എന്ന് പറയാം, ക്യാൻ പ്ലേഡ് എന്ന് പറയരുത്. അപ്പോൾ ക്യാൻ പ്ലേ എന്ന് പറയുമ്പോൾ ക്യാനിനെ കുഡ് ആക്കുമ്പോൾ കുഡ് പ്ലേ എന്നാണോ പ്ലേഡ് ആണോ എന്ന് ചോദിച്ചാൽ കുഡ് കഴിഞ്ഞും പ്ലേ തന്നെയാണ്, ബേസ് ഫോമേ എഴുതാവൂ. ക്ലിയർ? വുഡ് പാസ് എന്നേ പറയാവൂ, വുഡ് പാസ്ഡ് എന്ന് പ്രയോഗമില്ല. ഓക്കെ, അപ്പോൾ വില്ല്, ഷാള്, ക്യാന്, മേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ കഴിഞ്ഞെഴുതുന്ന വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. അതിനകത്ത് എസ്ഒ, ഇഎസ്ഒ, ഇഡിഒ ഒന്നും തന്നെ കൊണ്ടുവരരുത്. അപ്പോൾ ഇവിടെ നമുക്ക് വുഡ് നോട്ട് പാസ്, വുഡ് നോട്ട് പാസ്ഡ് ഏത് ആൻസർ നമുക്ക് കൊടുക്കാം? വുഡ് നോട്ട് പാസ് എന്ന ആൻസർ കൊടുക്കാം. എന്താ അർത്ഥം? അൺലെസ് യു വർക്ക്ഡ് ഹാർഡ്, നീ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യില്ല? പാസ്സാവൂല.